ഹായ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വൈകിയാണ് എണീറ്റത്. ഇന്നലെ അടുത്ത വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പം എല്ലാവരും പോലെ ഇന്ന് രാവിലെ എന്ത് കടി ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പം പത്തിരി ചുടാമെന്ന് വിചാരിച്ചു. പത്തിരി എന്ന് പറയുമ്പോൾ നൈസ് പത്തിരി അല്ല കേട്ടോ, കുറച്ച് കട്ടിയുള്ള പത്തിരി കേട്ടോ. ഞങ്ങളിവിടെ കട്ടിപ്പത്തിരി എന്നാണ് പറയാം. ഇലയിൽ വെച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കുക. ഞാനൊരു പത്തിരീൻ്റെ കവർ ഉണ്ടായിരുന്നു, അതിലാട്ടോ പരത്തിയെടുത്തത്. അപ്പോൾ ആ പത്തിരി ഒക്കെ പരത്തിയെടുത്ത് പിന്നെ ഇതാ കടല ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മസാല റെഡിയാക്കണം. പിന്നെ ഇതാ മക്കളിതാ എണീറ്റിട്ടുണ്ടെന്ന്, എൻ്റെ അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ എണീറ്റപ്പോൾ തന്നെ മോന് വയറുവേദനയാണെന്ന് പറഞ്ഞാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഏതായാലും ചൂടുള്ള കട്ടൻ ചായ ഇരിപ്പുണ്ടായിരുന്നല്ല, ഞാനത് കുറച്ചെടുത്ത് കൊടുത്ത്. അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അത് ഞാൻ തന്നെ പോയി ഇതാണ്ട ലച്ചുമോൾ നീറ്റ് ഞാൻ തന്നെ അതാണ്ട് കൊടുത്തത്. അതെല്ലാം ഈ കയ്യിലും പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ്ട് ചെന്നാൽ ചൂടുള്ള കട്ടൻ ചായ അല്ല വയറിലേക്ക് ചെല്ലുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വയറുവേദനയ്ക്കൊരു ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി കേട്ടോ കട്ടൻ ചായ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തപ്പം മുഴുവൻ ഞാനങ്ങ് കൊടുത്തപ്പം മുഴുവൻ അങ്ങോട്ട് കുടിച്ചു. പിന്നെ ഇതാ നീറ്റ് പോയി പല്ലേക്കാൻ പറഞ്ഞിട്ട് രണ്ടാൾ ഇരിക്കുകയാണ്. പിന്നെ ഇതാ പത്തിരിയൊക്കെ പരത്തി എടുത്ത് കഴിഞ്ഞ് ഇനിതാ ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഒരു പുറമൊക്കെ നല്ലോണം വെന്ത് ഇനി അത് മറിച്ചിടണം. ഇതാണ് കട്ടിപ്പത്തിരി. ഞങ്ങളിതാ രണ്ട് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി. അപ്പോഴത്തേക്ക് ഇതാ കടല മസാലയൊക്കെ റെഡിയാക്കി, കടലക്കറിയൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പത്തിരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചൂടുള്ള ചട്ടിയിൽ കുറച്ച് പത്തി അവിടെ ഇട്ടേച്ച് അപ്പോൾ ഇതിൽ കിടന്നാൽ ചൂടത്ത് കിടന്ന് നെരിഞ്ഞാവും എന്നുള്ള ഇതിൽ മക്കൾക്കുള്ള തണുത്തതുണ്ട്. അപ്പോൾ കുറച്ചെണ്ണം ഞാനെടുത്ത് അങ്ങോട്ട് പാനിലേക്ക് ഇട്ടതാട്ടോ, അവിടെ നിന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കാനാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചൂടായി കുറച്ച് നെരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ്. പിന്നെ ഇതാ നീറ്റ് പല്ലേക്കാൻ പറഞ്ഞിട്ട് രണ്ടാളും കിടന്ന് കളിക്കുകയാണ്. ഇതാണ് നീക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു 10 പ്രാവശ്യം പറയണം ഒന്ന് നീറ്റ് പല്ല് തേച്ച് കിട്ടണമെങ്കിൽ. പല്ല് തേക്കാൻ വേണ്ടി പോയാലോ ആ ബ്രഷും പിടിച്ച് അങ്ങനെ കുറേ നേരം ഇരിക്കണം. അതൊരു നേർച്ച പോലെയാണ് ആ ബ്രഷും പിടിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പം പിന്നെന്താ ഞാൻ മുനിസിൽ ഞാൻ എടുത്ത് പല്ല് തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവൻ്റെ ഒരു ആഗ്രഹമല്ല, അങ്ങനെ ഇനിയിപ്പോൾ എടുത്ത് തന്നെ പല്ലേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ എടുത്ത് പല്ല് തേക്കാനുള്ള പരിപാടിയാണ്. പല്ല് തേക്കാനുള്ള പരിപാടിയല്ല, പല്ല് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ പല്ലൊക്കെ തേച്ചു ഞങ്ങൾ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ലച്ചുമോളും പല്ലൊക്കെ തേച്ച് റെഡിയായി വന്ന് പിന്നെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പത്തിരി ഒരു കഷ്ണം എടുത്ത് കടലക്കറിയും കൂട്ടിയൊക്കെ ചായ കുടിക്കുകയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.